യേശുയൻ ആത്മാസഹേ നിന്മാറിൽ ഞാൻ ചേരട്ടെ. ഈ ലോകമാവാരിതേ തീരകളുയരുന്നു. ഘോരമാങ്കൊൾ ശാന്തമായി തീരുവാരെ രക്ഷക എൻ ജീവനെ ജീവനെ നീനാന്തിയെ ഭദ്രമ. എൻ്റെ പേര് ഡാനിയൽ ഫിലിപ്പ്, ജോസി എന്ന് വിളിക്കും. വീട് ആലപ്പുഴ ജില്ലയിൽ കാർത്തിപ്പള്ളി താലൂക്കിൽ ദേവിളങ്ങര പഞ്ചായത്തിൽ പുന്നൂൽ പിസ്ക എന്ന് പറയും. ഫാദറിൻ്റെ പേര് എ ഡി ഫിലിപ്പോസ്, അമ്മ സാറാമ്മ ഫിലിപ്പ്, ഭാര്യ സാലി ഡാനിയൽ. ഞങ്ങൾ പുതുപ്പള്ളി ഏരിയയിലെ 11-ാം വാർഡിൽ താമസിക്കുന്നു. എൻ്റെ കുട്ടിക്കാലമെല്ലാം പുതുപ്പള്ളി വില്ലേജിലാണ് ചെയ്തത്. പുതുപ്പള്ളി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ്, ദേവികുളങ്ങര പഞ്ചായത്ത്. അവിടെ പുതുപ്പള്ളി CSI പള്ളിയിലെ പുരാതന ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. ഞാൻ പഠിച്ചു വളർന്നതെല്ലാം പ്രൈമറി വിദ്യാഭ്യാസമെല്ലാം പുതുപ്പള്ളി സീമസ് ഹൈസ്കൂളിലാണ്. അതിനുശേഷം ഹൈസ്കൂൾ സെക്ഷൻ കായംകുളം ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലായിരുന്നു. അന്ന് ഞങ്ങൾ പഠിക്കുമ്പോൾ പുതുപ്പുള്ള ഹൈസ്കൂളിലായിരുന്നു. സീമസ് UPS വരെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം വിദ്യാഭ്യാസം ബിഷപ്പ് മോർ കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചു. BA എക്കണോമിക്സ് പഠിച്ചു. വർഷങ്ങളോട് ഒന്ന് പറഞ്ഞു പോകണം. പിന്നെ ഞാൻ ബിഷപ്പ് മോർ കോളേജിൽ BA എക്കണോമിക്സ് 1971 ബാച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 വർഷം നമ്മുടെ 72-74 CSI മധ്യ കേരള മഹായിടവക UNS ഐക്യത്തിൻ്റെ ഓർഗനൈസിങ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തു. അന്ന് CSI യൂത്ത് സെൻറ്റർ ചങ്ങനാശ്ശേരിയിൽ താമസിച്ചുകൊണ്ട് CSI മധ്യ കേരള മഹായിടവയുടെ യുവന പ്രസ്ഥാനത്തിനെ ഓർഗനൈസ് ചെയ്യുകയായിരുന്നു എൻ്റെ ഡ്യൂട്ടി. അതോടൊപ്പം യൂത്ത് സെൻറ്ററിൽ പ്രവർത്തിച്ചുകൊണ്ട് യുവന പ്രസ്ഥാനത്തിൻ്റെ മുഖപത്രമായ യോലോ മാസികയുടെ മാനേജരായും, അതുപോലെ യൂത്ത് സെൻറ്ററിൻ്റെ അവിടെ ഒരു കോളേജ് സ്റ്റുഡൻസിനുള്ള ഹോസ്റ്റലുണ്ടായിരുന്നു, അതിൻ്റെ വാർഡനായും പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങളുടെ പ്രസിഡൻ്റായിട്ട് പ്രൊഫസർ മാമൻ വർക്കിയായിരുന്നു. അദ്ദേഹം ബിഷപ്പ് മോർ കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പലാണ്. അതോടൊപ്പം എൻ്റെ കൂടെ ജനറൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തത് റവറൻഡ് CC ജേക്കബ് അച്ഛനാണ്. അദ്ദേഹം കഞ്ഞിക്കുഴി സ്വദേശിയാണ്. കഞ്ഞിക്കുഴി അസംഷൻ ചർച്ചിലെ മെമ്പറാണ്. ഇപ്പോൾ റിട്ടയറായി കോട്ടയത്ത് താമസിക്കുന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ 74 മസ്കറ്റിൽ പോവുകയും അവിടെ എൻ്റെ സഹോദരൻ ജോൺ ഫിലിപ്പോസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തോടെ കൂടെ മസ്കറ്റിൽ പോയി. അദ്ദേഹം മസ്കറ്റിലെ ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അവിടെ ചെന്നു. അവിടെ ഒരു ഗൾഫ് ANC കമ്പനി എന്ന് പറഞ്ഞ ഷിപ്പിംഗ് ഏജൻസി കമ്പനിയിലായിരുന്നു. അവിടെ ഷിപ്പിംഗ് അസിസ്റ്റൻ്റ് ആയിരുന്നു. അതിൻ്റെ ജനറൽ മാനേജർ നമ്മുടെ CSIക്കാരനായ മിസ്റ്റർ KO മാത്യൂസ് ആയിരുന്നു.
അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ CSS സഭ അന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഞങ്ങൾ അവിടുത്തെ മാർത്തമാ സഭയായിട്ട് ആരാധനയെ സംബന്ധിക്കുമായിരുന്നു. പിന്നീട് ഞങ്ങൾ ഒരു CSS സഭ അവിടെ ആരംഭിക്കണമെന്ന് തീരുമാനിക്കുകയും അതിനുവേണ്ടി ഒരു പ്രെയർ ഗ്രൂപ്പായിട്ട് തുടങ്ങുകയും ചെയ്തു. അത് മിസ്റ്റർക്ക് ഏത് വർഷമായിരിക്കും സാറേ? ഒരു 75, 80, 82? 73 ഞങ്ങളൊരു CSI പ്രെയർ ഗ്രൂപ്പ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അത് പ്രെയർ ഗ്രൂപ്പ് കൂടുതൽ ആളുകളെ ഒമാൻ്റെ പ്രദേശത്തുള്ള ആൾക്കാരെ എല്ലാം ഞങ്ങൾ നേരിൽ പോയി കണ്ട് സംഘടിപ്പിച്ച് പിന്നീട് അതൊരു CSI ചർച്ചായിട്ട് രൂപീകരിക്കാൻ തീരുമാനിച്ചു. അതിന് അന്നത്തെ ബിഷപ്പായിരുന്ന ജോസഫ് തിരുമേനിയെ പോയി കണ്ടു. അങ്ങനെ ഒരു ഇടവകയാക്കി. ആദ്യമായിട്ട് VM ഡേവിഡ് അച്ഛനെ അവിടുന്ന് ഇടവകയിലേക്ക് വികാരിയായിട്ട് അയച്ചു. എന്നാൽ അച്ഛൻ വന്ന് ഒരു വർഷമായപ്പോഴത്തേക്ക് അച്ഛന് കുടുംബമായിട്ടാണോ വന്നേ അച്ഛൻ? അച്ഛനും കൊച്ചമ്മയും ഉണ്ടായിരുന്നു. ഹാർട്ട് അറ്റാക്ക് വന്ന അച്ഛന് നിത്യതയിൽ പ്രവേശിച്ചു. ഒമാനി വെച്ചാണ്? ഓ അത് ശരി. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് അച്ഛൻ എത്ര പ്രായം ഉണ്ടായിരുന്നു? ഓർമ്മയുണ്ടോ? പുള്ളിക്ക് അന്ന് 55 വയസ്സാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ചെറുപ്പക്കാരന് ഒരച്ഛനെ വിടണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ബിഷപ്പ് മാണി ക്രിസ്റ്റഫർ ജോർജ് അച്ഛനെ അയച്ചു. അച്ഛനവിടെ 3 വർഷക്കാലം സേവനം ചെയ്തു. അവിടെ ഇതെല്ലാം സിംഗില ഫയറും സൺഡേ സ്കൂളും എല്ലാം ആരംഭിച്ചു. അവർക്ക് ഒരു മോളായിരുന്നു അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊരു നല്ലൊരു ഇടവകയായി. പിന്നെ ഞങ്ങൾ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? ഓർമ്മയുണ്ടോ? പെർമനൻ്റായിട്ട് ഒരു 10-15 പേര് കാണായിരിക്കും അല്ലേ? തുടങ്ങുമ്പോൾ 10-15 വരെ ഉള്ളായിരുന്നു. പിന്നെ അത് ഞങ്ങൾ പ്രയർ ഗ്രൂപ്പായിട്ട് 10-50 മെമ്പേഴ്സാക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ അച്ഛന്മാർക്കെല്ലാം വിസായിരുന്നു അവിടുത്തെ പ്രൊട്ടസ്റ്റന്റ് ചർച്ച് ഇംഗ്ലീഷ് ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ഇതിൻ്റെ ആയിരുന്നു. അപ്പോൾ പിന്നീട് ഞങ്ങളവിടെ ഒരു പാസ്നയെ പണിയാൻ പ്രൊട്ടസ്റ്റന്റ് ചർച്ചിൻ്റെ സ്ഥലത്ത് റോയിലായിരുന്നു. അങ്ങനെ അവിടുത്തെ ഭരണാധികാരികൾ റൂയില കാത്തലിക്സ് ചർച്ചിനും പ്രൊട്ടസ്റ്റന്റ് ചർച്ചിനും വേണ്ടി പ്രത്യേകം പ്ലോട്ട് തന്നു. അതിൽ പ്രൊട്ടസ്റ്റന്റ് ചർച്ചിൻ്റെ അണ്ടറിലായിരുന്നു നമ്മൾ സർവീസ് നടന്നത്. അവരുടെ പണിയിലായിരുന്നു. പിന്നീട് നമ്മളൊരു പാസ്നെ പണിതു. ആ കോമ്പൗണ്ടിൽ തന്നെ എല്ലാ അച്ഛന്മാരും താമസിക്കുന്ന മലയാളി അച്ഛന്മാർ, CSI, പിന്നെ ഓർത്തഡോക്സ്, യാക്കോബൈറ്റ്, മാർത്തോമ, കാത്തലിക്സ്, പിന്നെ പ്രൊട്ടസ്റ്റന്റ് ചർച്ചിലെ അച്ഛൻ, ഇവരെല്ലാം ആ കോമ്പൗണ്ടിൽ തന്നെയായിരുന്നു താമസിച്ചത്. അപ്പോൾ അതൊരു എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അത് അവിടെ കാണുവാൻ സാധിച്ചു. പിന്നീട് പാസിൻ്റെ മുകളിൽ ഞങ്ങളൊരു പാരിഷകൾ പണിതു. അപ്പോൾ അത് സിൽവർ ജൂബിലി ആഘോഷിച്ചു. പാരിഷകൾ സാമാത്യ തിരുമേനിയുടെ കാലത്ത് അത് പാരിഷകൾ ഡെഡിക്കേറ്റ് ചെയ്തു. പിന്നീട് ഇപ്പോൾ അതൊരു ചർച്ച് ഹാളാക്കി രൂപാന്തരപ്പെടുത്തി. അത് ഇപ്പോൾ അവിടെയാണ് നമ്മുടെ ആരാധനകളൊക്കെ നടക്കുന്നത്. അപ്പം നമ്മുടെ പള്ളിക്കായിട്ട് ഒരു ബിൽഡിംഗ് ഇല്ല, സ്ട്രക്ചർ ഇല്ല? ഉണ്ട്, വേറെ ഉണ്ട്. ബിൽഡിംഗ് ഉണ്ട്. അതിന്റെ മേളിൽ തന്നെയാണ് ഹോൾ. ഇപ്പോൾ അത് ചർച്ചായിട്ട് അച്ഛനൊക്കെ ആ സെയിം ബിൽഡിംഗ് തന്നെ താമസിക്കുന്നു. താഴെ അച്ഛനും മേളിൽ കുറച്ച് മുറ്റമുണ്ട്. അപ്പോൾ അവിടെ 12 കെട്ടിട്ട് മാറ്റി വരികയാണ്. പിന്നെ സൺഡേ സ്കൂൾ ആക്ടിവിറ്റീസ് എല്ലാം അവിടെ, സൺഡേ സ്കൂള്, കൊയർ, യൂത്ത് എല്ലാം ഉണ്ട്. ഇപ്പോൾ ഫുൾസിംഗ് ഒരു പള്ളിയാണ്. ഗൾഫിലെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാണ് CSI പാരിഷ് മസ്കറ്റ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ അതോടുകൂടി സലാലയിലും ഇതിൻ്റെ ഒരു ബ്രാഞ്ചായിട്ട് ഞങ്ങൾ ഉപസഭയായിട്ട് പോകുമായിരുന്നു. അപ്പം മസ്കറ്റിലെ അച്ഛൻ തന്നെ മാസത്തിലൊരിക്കൽ അവിടെ പോയി സർവീസ് നടത്തുമായിരുന്നു. പിന്നീട് അവർ ഇടവകയായിട്ട് രൂപീകരിച്ചു. അവിടത്തേക്ക് അവർക്ക് പ്രത്യേക അച്ഛനുണ്ട്. എങ്കിലും മസ്കറ്റ് ഇടവകയുടെ സപ്പോർട്ട് അണ്ടറിലാണ് അവർ
സപ്പോർട്ടോടുകൂടിയാണ്. ഈ സമയത്ത് ഒരു ചോദ്യം ചോദിച്ചാലേ, നമ്മുടെ അബുദാബിയോ ദുബൈയോ കുവൈറ്റോ ഇവിടെയുള്ള CSL അച്ഛന്മാർ വിസിറ്റ് ചെയ്യോ, നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ടൊക്കെ പോവുകയോ ചെയ്യുമായിരുന്നോ? അവിടുന്ന് വിസിറ്റ് വരാറുണ്ട്. നമ്മളെ പ്രത്യേക ഫംഗ്ഷനൊക്കെ വിളിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ മെമ്പേഴ്സ് ബൈ റോഡ് പോയി മറ്റു പള്ളിയിലൊക്കെ സർവീസ് ചെയ്യുമായിരുന്നു. ഞാനും അവിടുത്തെ എല്ലാ പള്ളികളും സന്ദർശിച്ചിട്ടുണ്ട്. ദുബായിലെ ഷാർജ, ബഹ്റിൻ, എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അച്ഛൻ്റെ ഏത് പൊസിഷനായിരുന്നു? ഈ ഒമാനിലെ ചർച്ചിന്റെ സെക്രട്ടറി ആയിരുന്നോ, ട്രഷറർ ആയിരുന്നോ, എങ്ങനെയൊക്കെ ആയിരുന്നു അച്ഛൻ്റെ പൊസിഷൻ? അവിടെ ഞങ്ങള് വർഷത്തിൽ ഒരിക്കൽ ഇലക്ഷൻ നടത്തുമായിരുന്നു. കാരണം ഫ്ലോട്ടിംഗ് മെമ്പേഴ്സ് ആയതുകൊണ്ട് എല്ലാവർക്കും 3 വർഷം കണ്ടിന്യൂസ് തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ അത് ഞങ്ങൾ അവിടുത്തെ ഇടയുടെ തീരുമാനം അനുസരിച്ച് എല്ലാ വർഷവും ഇലക്ഷൻ നടത്തും. അപ്പം എല്ലാ ഓഫീസ് ബെയറേഴ്സും എല്ലാ വർഷവും മാറും. ഞാൻ കമ്മിറ്റി മെമ്പറായിട്ട് ഇരുന്നിട്ടുണ്ട്, സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടുണ്ട്, ട്രഷററായിട്ട് ഇരുന്നിട്ടുണ്ട്, ഓഡിറ്ററായിട്ട് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ പോസ്റ്റിലും. ആദ്യകാലത്ത് ഞാനും പിന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ചെറിയാൻ ഫിലിപ്പ്, കിഴുവായ്പൂരുകാരൻ. അദ്ദേഹം ഞങ്ങൾ മാറി മാറി ഇതിന് അന്ന് തുടങ്ങിയപ്പോൾ, സഭ തുടങ്ങിയപ്പോൾ ഏറ്റവും ചെറുപ്പക്കാരായ ഞങ്ങൾ 2 പേരായിരുന്നു. പിന്നെ അന്ന് ഫാമിലിക്കാർ വളരെ ചുരുക്കമായിരുന്നു. പുന്നവേലിക്കാരൻ ഒരു KV വർക്കി ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് നമുക്ക് കൂടുതൽ സഹായിച്ചത്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ KO മാത്യൂസ്, പിന്നെ പിഴുവായ്പൊരു PV മാത്യു, പിന്നെ ഞങ്ങളുടെ സ്ഥലക്കാരൻ കായംകുളം പുതുപ്പള്ളി ഡോക്ടർ രാജൻ, കറ്റാണംകാരൻ അഡ്വക്കേറ്റ് ജോർജ് തോമസ്, കോട്ടയം കണ്ണൂർ മാണി, അങ്ങനെയൊക്കെയുള്ള കുറച്ച്, അതുപോലെ പിന്നിക്കാടുകാരൻ ഒരു വർഗീസ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ ആൾക്കാരാണ് ആദ്യമായി തുടങ്ങിയത്. അങ്ങനെ ചുരുക്കം 4-5 ഫാമിലികളും 10-15 ചെറുപ്പക്കാരും ഒക്കെ ബാച്ചിലേഴ്സുമായിട്ടൊക്കെ തുടങ്ങിയത്. അതിപ്പോൾ നല്ലൊരു ഗൾഫിലെ ഏറ്റവും വലിയൊരു ഇടവകയായിട്ട് തീരുമാനിച്ചു. ഇപ്പോൾ എൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചു. ഗോൾഡൻ ജൂബിലിക്ക് അവർ ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, ഓൾഡ് മെമ്പേഴ്സ്. ഞാൻ KV ചാക്കു, ഡസ്മൺ മാവു, ഞാൻ ജോർജ് വർഗീസ്, അങ്ങനെയുള്ള കുറച്ച് ഫാമിലിക്കാർ പഴയത് അവിടെ സംബന്ധിച്ച്. ഇപ്പോഴത്തെ ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി അന്ന് ആ വർഷത്തോടൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ മുൻ MLA അനുവും അന്ന് ആ പബ്ലിക് മീറ്റിങ്ങിന് സംബന്ധിച്ചു. ഞാനും വൈഫും കൂടി അവർ പ്രത്യേകം ഞങ്ങളെ ക്ഷണിച്ച് അവിടെ കൊണ്ടുപോവുകയുണ്ടായി. അത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. ഇല്ല, ഞങ്ങൾ 3 ദിവസമേ ഉള്ളായിരുന്നു, വളരെ ഷോർട്ട് പീരീഡ് ആയിരുന്നു. അപ്പോൾ അവിടെ സഭക്കാരും തിരക്കാണ്, ഞങ്ങളും തിരക്കായിരുന്നു. അപ്പോൾ അത് നല്ലൊരു അനുഭവമായിരുന്നു. ഞങ്ങളെ ആദ്യകാല പ്രവർത്തകരെ സഭക്കാർ ഓർക്കുകയും ഒക്കെ ചെയ്തു, അന്നത്തെ ആദരിക്കുകയും ചെയ്തു. അന്നത്തെ പഴയ ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച അന്നത്തെ ചില ചെറുപ്പക്കാർ, ഇപ്പോഴത്തെ പ്രായമുള്ളവർ ഞങ്ങളെ ആദരിക്കുകയൊക്കെ ചെയ്തു. അത് വളരെ സന്തോഷകരമായിരുന്നു. ആ കാലത്ത് അച്ചായൻ ബാങ്കിലായിരുന്നു പറഞ്ഞു. അച്ചായൻ്റെ ബ്രദറും ബാങ്കിലില്ലായിരുന്നു, അദ്ദേഹം CSIയിലല്ലായിരുന്നു. പുള്ളി ആദ്യകാലത്ത് പുള്ളി ബഹറിലായിരുന്നു പോയത്. ബഹറിൽ ചെന്നപ്പോൾ അന്ന് അവിടെ CSI സഭയില്ലായിരുന്നു. അപ്പോൾ ഒരു പുള്ളിയുടെ വൈഫ് പിന്നെ ബ്രദറൻ സഭയിലായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ പോയി. അത് കഴിഞ്ഞ് മസ്കറ്റിൽ വന്നപ്പോഴേ പുള്ളി മസ്കറ്റ് അതിലാണ് പോയി. മസ്കറ്റിലെ BOBK ബാങ്കിൻ്റെ മാനേജറായിരുന്നു. ഞാനതിൽ ഞങ്ങൾക്ക് മസ്കറ്റിലെ പല ഏരിയയിലും ബ്രാഞ്ചുകളുണ്ടായിരുന്നു. എല്ലാ ബ്രാഞ്ചിലും ഞാൻ പോയിരുന്നു. അവിടുത്തെ സൂപ്പർവൈസർ, ക്ലർക്കൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തു. പിന്നീട് ഞങ്ങൾ അവിടുത്തെ ഗവൺമെൻറ് ഒമാനൈസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിനെയും ബാങ്ക് എക്സ്പെർട്ടീസ് ആയിട്ടുള്ളവരെയൊക്കെ അവർ റിലീസ് ചെയ്തു, ഒമാനികളെ പോസ്റ്റിൽ വെച്ചു. അങ്ങനെ ആയപ്പോൾ ഞാനൊരു മസ്കറ്റിൽ തന്നെയുള്ള ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ അക്കൗണ്ട് സെക്ഷനിൽ അക്കൗണ്ടൻ്റായിട്ട് കയറി. മുഹസിന ഡാർവിഷ് എന്നൊരു വലിയൊരു കമ്പനിയാണ്. അവിടെ ഞങ്ങൾ ഈ ജാഗുവാർ, റേഞ്ച് റോവർ വണ്ടിയുടെയൊക്കെ അതിൻ്റെയൊക്കെ ഏജൻസി ഉണ്ടായിരുന്നു. KDK, മറ്റ് ഇലക്ട്രിക്കൽ ഐറ്റംസ്, പൈനിയർ ഇലക്ട്രോണിക്സ്, പിന്നെ ഗ്യാസ് ഫാക്ടറി, അങ്ങനെയൊക്കെയുള്ളൊരു വലിയ പല ഡിവിഷനുകളുള്ള ഒരു വലിയ കമ്പനിയിലെ സെൻട്രലൈസ് അക്കൗണ്ട് സിസ്റ്റമായിരുന്നു. അവിടെ കൊണ്ട് വർക്ക് ചെയ്തു.
ഈ റൂബി മസ്കറ്റ് അപ്പം ഉണ്ടായത് മുഴുവൻ സാറിന് മുമ്പിലാ ഓൾമോസ്റ്റ് അല്ലേ? ഞങ്ങൾ ചെന്നപ്പോൾ ആ റൂയി എന്ന് പറഞ്ഞ നമ്മുടെ ചർച്ച് നിൽക്കുന്ന ഏരിയ, റൂയി ഏരിയയിലൊക്കെ വളരെ ഇലക്ട്രിസിറ്റി പോലും സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്ത ഒരു ചെറിയ റോഡായിരുന്നു. പിന്നെ നമ്മുടെ പ്രൊട്ടസ്റ്റ് ചർച്ചും കാത്തലിക് ചർച്ചും ഒക്കെ വന്നു കഴിഞ്ഞാണ് ആ സ്ട്രീറ്റ് പ്രോഗ്രസ്. അന്ന് അവിടെ ഒരു അൽഫലാജ് ഹോട്ടലും ഒരു റൂയി ഹോട്ടലും ഈ 12 ഹോട്ടലുകളും ഒക്കെ ഉള്ളായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴ 52 വർഷത്തിന് ശേഷം അൽഗുബ്ര ഉണ്ട്, JNB അലവി എന്നൊക്കെ പറഞ്ഞ വലിയ അതൊക്കെ ഗാല എന്ന് പറഞ്ഞ ഏരിയയിലായിരുന്നു. അത് ഒരു വനം പോലെ കിടക്കുന്ന സ്ഥലമാണ്. ഇപ്പൊ അവിടെയൊക്കെ നമുക്ക് ചർച്ചും ഉണ്ട്, വലിയ പോപ്പുലേഷൻ ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്. അങ്ങനെ വളരെയധികം ഡെവലപ്പായി. അതുപോലെ തന്നെ അവിടുത്തെ റോഡ് സ്ട്രീറ്റുകളെല്ലാം. ആ കാലത്ത് ഒമാന്റെ സാറ് ബാങ്കിലായിരുന്നു, മറ്റുള്ളവരൊക്കെ ആവറേജ് ചെയ്തൊക്കെ കമ്പനികളിലായിരുന്നു, ഏതൊക്കെ പൊസിഷനിലൊക്കെ ആയിരുന്നു? ഗവൺമെന്റ് പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് പേരുണ്ടായിരുന്നു, പിന്നെ സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്നവരുണ്ടായിരുന്നു, പിന്നെ എഞ്ചിനീയേഴ്സായിട്ട്, പിന്നെ അവിടെ നമ്മുടെ ഹോസ്പിറ്റലിലെ നേഴ്സുമാരായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, പ്രൈവറ്റ് കമ്പനികളിലെ വിവിധ തസ്തികയിൽ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ ലേബേഴ്സായിട്ട് ഒത്തിരി മലയാളികളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബാങ്കിലൊക്കെ ചെയ്യുമ്പോൾ ഈ അന്ന് ഡ്രാഫ്റ്റ് എടുത്തയക്കുകയായിരുന്നു പരിപാടി. അപ്പോൾ മണി എക്സ്ചേഞ്ച് ഡ്രാഫ്റ്റ് എടുക്കാനായിട്ട് ഞങ്ങൾ മാസത്തിലൊരിക്കല ഓരോ കമ്പനിയുടെയും ലേബർ ക്യാമ്പിൽ പോയിട്ട് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ പോലെ അവിടെ എക്സ്ചേഞ്ച് കമ്പനി ഒന്നും വളരെ ചുരുക്കമായിരുന്നു. പിന്നെ ബാങ്കിലും ഇന്നത്തെ ഇലക്ട്രോണിക് ട്രാൻസ്ഫർ സിസ്റ്റം ഒന്നും ഇല്ലായിരുന്നു. കൂടുതലും നമ്മൾ ടാക്സിയെ ആണ് അന്ന് യാത്ര ചെയ്യുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനും പിന്നെ ഇല്ല, ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പം ഇങ്ങനെയാണ്. അത് കഴിഞ്ഞ് ഈ മോസിനി ദർവിഷ് എന്ന് പറഞ്ഞ കമ്പനിയിലെ ലാസ്റ്റ് വർക്ക് ചെയ്ത് അവിടെ ഒരു 16 വർഷം ജോലി ചെയ്തു. പിന്നീട് അത് കഴിഞ്ഞു ഫാമിലിയൊക്കെ ഞാൻ കുടുംബസമേതം അവരെ 2 പ്രാവശ്യം വിസിറ്റിങ് കൊണ്ടുവന്നായിരുന്നു. പിന്നെ വൈഫ് ഇവിടെ സ്കൂളിലെ ടീച്ചറായിരുന്നുകൊണ്ട് അങ്ങനെ ലീവ് എടുത്ത് പോരാൻ. പിന്നെ ഇവിടുത്തെ നല്ല ജോലിയല്ലേ ടീച്ചേഴ്സ്, അത് കളഞ്ഞിട്ട് ഗൾഫിൽ വന്നാൽ പിന്നെ നമ്മളെ എപ്പോഴാണ് അവിടുന്ന് സാക്ക് ചെയ്യുന്നറിയില്ല. അപ്പം അതുകൊണ്ട് ജോലി. അപ്പോൾ ഞങ്ങൾക്ക് 3 അത് കഴിഞ്ഞ് ഞാൻ തിരികെ വന്നു, നാട്ടിലിപ്പോൾ സെറ്റിലായി. കുടുംബത്തിന് അടുത്ത് തന്നെ നമ്മുടെ പള്ളിയുടെ സീമ സ്കൂളിന്റെ തൊട്ടടുത്ത് അവിടെ ഒരു വീട് വെച്ച്. കായംകുളം പുതുപ്പള്ളി പിന്നെ CMS സ്കൂൾ ജംഗ്ഷൻ. അപ്പോൾ ഞങ്ങൾക്ക് 3 മക്കളുണ്ട്, ആൺമക്കളാണ്. മൂത്തയാള് ലിജു ഫിലിപ്പ് ഡാനിയൽ, അവനിപ്പം ബാംഗ്ലൂരിൽ സെറ്റിലായിരിക്കുന്നു. അവൻ വിവാഹം കഴിച്ചു. ഭാര്യ ജിഷ, ഒരു മോനും മകളുമുണ്ട്, ലോയിഡ് ആൻഡ് ലോറിറ്റ. മോനിപ്പോൾ +2 പാസ്സായി. പിന്നെ അവരവിടെ ഒരു വീടൊക്കെ വെച്ച് അവിടെ സെറ്റിലായിരിക്കുകയാണ്. അവനൊരു കമ്പനിയിലെ സീനിയർ മാർക്കറ്റിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തേതാണ് ലിനു തോമസ് ഡാനിയൽ, ഗ്ലോറി. അവർ ഹൂസ്റ്റണിൽ താമസിക്കുന്നു. അവർക്ക് 3 മക്കള്, ഡാനു, ആൻഡ്രു, ഏബൽ. 3 ആൺകുട്ടികളാണ്. അവർ നമ്മുടെ ഇവിടുത്തെ ഹൂസ്റ്റൺ CSI ചർച്ചിലെ മെമ്പേഴ്സാണ്. അവനൊരു കമ്പനിയിലെ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. അല്ല, മസ്കറ്റിൽ പോയിട്ടുണ്ടല്ലോ. അല്ല, അവന് മെക്കാനിക്കൽ എഞ്ചിനീയർ. അപ്പോൾ അവരുടെ ഒരു ഗൾഫിലുണ്ടായിരുന്നു. ഗൾഫിൽ പോയിട്ട് വന്നു കഴിഞ്ഞാണ് മാരേജ് ഒക്കെ കഴിഞ്ഞ്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നു. അമേരിക്ക വരാനുള്ള സാഹചര്യം എങ്ങനെയായിരുന്നു? ഗ്ലോറിയുടെ കെയർ ഓഫിലോ. പിന്നെ അവര് ഗൾഫിലുണ്ടായിരുന്നോ?
അവരും രണ്ടുപേരും ഗൾഫിലൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ജോലി ലാസ്റ്റ് ടൈം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എവിടെയായിരുന്നു? മോള് ഡോട്ടറിലോ? നാട്ടിൽ നിന്നാണോ വന്നത്? ഡൽഹിയിൽ നിന്നാണോ? നാട്ടിൽ കേരളത്തിൽ? അവരുടെ ഫാദറും മദറും ഒക്കെ ഇവിടെ ഉണ്ട്, ഹൂസ്റ്റണിലുണ്ട്. ഗ്ലോറിയുടെ ഫാദറും ബ്രദറും ഇവിടെയുണ്ട്. അവരേത് പള്ളിയിലാണ്? അവര് ഖനാനായ പള്ളിയിലാണ് പോകുന്നത്. ആ പള്ളിയിലെ മെമ്പേഴ്സാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളൊരു ഷോർട്ട് വിസിറ്റിന് വേണ്ടി ഇവിടെ പറഞ്ഞില്ല. മൂന്നാമത്തെ ആള് ജിനു ജോൺ ഡാനിയൽ. അവന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ആദ്യം ഗൾഫിലായിരുന്നു. ഇപ്പോൾ നാട്ടിൽ ഒരു ചെറിയ ബിസിനസ് നടക്കുന്നു, റിക്രൂട്ടിങ് ഏജൻസി. അവർ ഭാര്യ നേഴ്സാണ് ജിയ. ഒരു മാൾട്ടയിലായിരുന്നു, ഇപ്പം മാൾട്ടയിൽ വർക്ക് ചെയ്യുമായിരുന്നു, ഇപ്പം നാട്ടിലുണ്ട്. അവർക്ക് 2 ഏജൻസി എവിടെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ആരെയൊക്കെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്? അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് കായംകുളത്താണ്. മെയിൻ വയനാടിലും ഒരു ബ്രാഞ്ചുണ്ട്. പിന്നെ അവർ ഇസ്രായേൽ, മാൾട്ട, ഗൾഫിൽ രാജ്യങ്ങളൊക്കെ, യൂറോപ്യൻ കൺട്രീസിലൊക്കെ. എന്താണ് അവരുടെ പേര്? ഓപ്പറേഷൻ ഏജൻസി ഹയർ വേൾഡ്. ഓക്കെ. കായംകുളത്തെ ഹെഡ് ഓഫീസ്. എത്ര സ്റ്റാഫ് ഉണ്ട് അവിടെ ഓഫീസിൽ? 3 പേരുണ്ട്. അവർ കൂടുതൽ എങ്ങനെയുള്ളവരെയാ സെലക്ട് ചെയ്യുന്നത്? പിന്നെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസ് ഉണ്ട്, പിന്നെ ലേബേഴ്സ്, മറ്റ് ടെക്നിക്കൽ ജോലിക്കാർ. പിന്നെ ഇസ്രായേലിലും പോകുന്നുണ്ട്, പിന്നെ ഗൾഫിൽ പോകുന്നുണ്ട്. അത് സാറിന്റെ യങ്ങസ്റ്റ് സണ്ണാണ്. എങ്ങനെയാണ് അവർ ആ ഫീൽഡിലോട്ട് വന്നത് റിക്രൂട്ടിങ്ങിന്റെ? അവര് നേരത്തെ ഒരു ബിസിനസ് എറണാകുളത്തുണ്ടായിരുന്നു, അതിനെ അവിടെ വെച്ച് കണ്ടുപിടിച്ച് ഇങ്ങനെ വന്നതാണ്. മനസ്സിലായി. അപ്പം അവര് രണ്ടുപേരും, ഹസ്ബൻഡും വൈഫും, പിന്നെ വേറൊരു സ്റ്റാഫും ഉണ്ട്. വേറെ 2 സ്റ്റാഫുണ്ട്. അവരുടെ മാർക്കറ്റിംഗ് ഒക്കെ ആരാ നോക്കുന്നത്? ഒരു 3-4 പേരും കൂടെ. ഫ്ലയർ 4 പേരും കൂടെ. എന്തെങ്കിലും ഒരു നമ്പർ ഉണ്ടോ അവരുടെ ഏജൻസിയെ പറ്റി പറയാൻ? ഹയർ വേൾഡ് അല്ലേ? ഹയർ വേൾഡ്. ഹയർ വേൾഡ്. അതിന്റെ നമ്പർ ഒന്ന് പറയാമോ? ഏതെങ്കിലും ഒരു നമ്പർ പറഞ്ഞാൽ ഓക്കെ, ഞാൻ ആഡ് ചെയ്തോളാം. ഓക്കെ. അത് വലിയൊരു ബിസിനസ് ആണല്ലോ, നിങ്ങൾക്ക് സഹകരിക്കാമല്ലോ അതിന്റെ അകത്ത്. എല്ലാവർക്കും സഹകരിക്കാം. ടീച്ചർ ഞങ്ങള് പോറില്ല, ബിസിനസ് ആണല്ലോ. ആവശ്യമുണ്ടെങ്കിൽ പോകുന്നുണ്ട്. നോട്ട് ചെയ്യുക, ഹയർ വേൾഡ് കായംകുളം. ഓക്കെ. ബാക്ക് ടു ഒമാനിലെ നമ്മൾ CSI ചർച്ചിനെ പറ്റി പറഞ്ഞാലേ, ഇത് ക്രിസ്റ്റഫർ ജോർജ് അച്ഛനെ പറ്റി ഒരു 2 വാക്ക് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നീട് വന്ന ഏതൊക്കെ അച്ഛന്മാരെ പറ്റി ഓർക്കുന്നുണ്ടാവും സാറ്? ക്രിസ്റ്റഫർ ജോർജ് അച്ഛൻ, പിന്നെ ഞങ്ങള് അവരോട് വന്നത് ഡേവിഡ് അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ 1 വർഷത്തേക്ക് അച്ഛനില്ലായിരുന്നു. അന്ന് ബിഷപ്പ് മാണിയായിരുന്നു, മധ്യകേരള ഡയസിലെ ബിഷപ്പ്. അപ്പോൾ തിരുമേയുടെ ഒരു ചെറുപ്പക്കാരൻ അച്ഛനെ വിടണമെന്ന് പറഞ്ഞു. ഇങ്ങനെ അന്ന് നമുക്കടുത്ത് മസ്കറ്റിലെ വളരെ ദൂരെയാണ് ആൾക്കാർ താമസിച്ചത്. അപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകാനൊക്കെ അങ്ങനെ ക്രിസ്റ്റഫർ അച്ഛൻ വന്നു. അച്ഛൻ വന്നു കഴിഞ്ഞാണ് പിന്നെ ഒന്നുകൂടെ റീഓർഗനൈസ് ചെയ്ത് മറ്റേ സൺഡേ സ്കൂള്, കൊയർ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ അച്ഛൻ നല്ലവണ്ണം പാടുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹം തിരിച്ച് ഒമാനിൽ നിന്ന് ഭോപ്പാലിനാണ് വന്നത്. അവിടെ 3 വർഷം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കോളനി തന്നെ ആയിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ അക്കോമഡേഷൻ അവിടെ ആയിരുന്നു. അച്ഛനോട് നല്ല റിലേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് CJ ദാസച്ചൻ, മല്ലപ്പള്ളിക്കാരനാണ്. ദാസച്ചൻ അവിടെ വന്നു. ഓക്കെ. അത് നമ്മുടെ മഞ്ഞത്താനത്ത് സൈഡിലാണ്. പിന്നെ KC ചാക്കോ അച്ഛനുണ്ടായിരുന്നു, CC ജേക്കബ് അച്ഛനുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോകുന്ന ഇപ്പോഴും അച്ഛന്മാരുണ്ട് അവിടെ അല്ലേ? ഫാമിലി ആയിട്ട് അവർക്ക് വരാൻ പറ്റും. അവരുടെ ഫാമിലി ആയിട്ടാണ് അവർ താമസിക്കുന്നത്. കൊച്ചുകുട്ടികളാണെങ്കിൽ അവിടെ ഫാമിലി ആയിട്ട് പിള്ളേരെയും കൊണ്ടുവരും. ഈ മസ്കറ്റിൽ ഒരു മർത്തമ്മയിലെ പ്രസാദ് കുഴിയത്തെന്നും പറയുന്ന അച്ഛനുണ്ടായിരുന്നു. നമ്മുടെ CSIയിലൊക്കെ ഇടയ്ക്ക് വരുമായിരുന്നു. അറിയാം, ഓർക്കുന്നുണ്ടോ? കുഴിയത്ത് പ്രസാദ് നല്ല പാട്ടൊക്കെ പാടുന്നു. ഞാൻ പിന്നീട് പറയാം. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ആദ്യകാലം തുടങ്ങിയപ്പോഴൊക്കെ മാർത്താമസമായിട്ടും നല്ല സഹകരണത്തിലായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഡേവിഡ് അച്ഛൻ മരിച്ചപ്പോഴൊക്കെ അവിടെ ഇരുന്ന ഇടവകാരി മഹേഷ് അച്ഛൻ, മറ്റേ ഒഫീഷ്യൽ നെയിം വേറെ, ആ അച്ഛൻ ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അന്ന് ഞാൻ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ പിന്നെ പൊന്നുവേലിക്കാരൻ, പിന്നെ വർക്കി അച്ഛന്, പിന്നെ ഡോക്ടർ മാത്യൂസ്, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധി ഉണ്ടായ ഒരു ഘട്ടമായിരുന്നു. അപ്പോൾ മാർത്താമയിലെ അച്ഛനും അവിടുത്തെ സീനിയർ മെമ്പേഴ്സും ഒക്കെ ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് അങ്ങനെയാണ് അച്ഛൻ്റെ ബോഡിയൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരാൻ. മെമ്പേഴ്സ് കുറവാണല്ലോ. അതെ,
മെഡിസിൻ മാത്രമല്ല പോലീസിലും മറ്റ് പിന്നെ ഫിനാൻഷ്യൽ ആണെങ്കിലും ഹെൽപ്പ് ഒക്കെ വേണ്ടി വരും. അതെ. കാരണം അച്ഛൻ വീടിന്റെ മേളയിൽ എക്സസൈസ് അപ്പൊ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന്റെ ഒത്തിരി ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെക്ക് ചെയ്യണമല്ലോ. അപ്പൊ മറ്റ് ബ്രോഡ് ഡെഡ് എന്നാണ് അതെ അതെ. അങ്ങനെ ഡോക്ടറെ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടല്ലോ. അങ്ങനെ അതൊക്കെ പ്രതിസന്ധി കിടന്നല്ല കൊച്ചമ്മ ജോലി ചെയ്യുന്നതായിരുന്നു വല്ല അറിയാം. കൊച്ചമ്മ പ്രായമുണ്ട്, ആരും ജോലിയില്ലായിരുന്നു. ഓ ഓക്കെ ഓക്കെ. പിന്നെ അച്ഛൻ്റെ മക്കള് 3 പെൺമക്കളായിരുന്നു. അവരെ ഞങ്ങള് 1-2 മസ്കറ്റിൽ കൊണ്ട് മേടിച്ചു കൊടുത്തു. ഞാൻ വെറുതെ ഒരു ജനറൽ ചോദിച്ചാൽ സാറ് ഹൗ സാറ്റിസ്ഫൈഡ് യു ആർ ഇൻ ഒമാനിലെ ജോലി? ഒരു 1 മുതൽ 5 വരെ ജോലി ചെയ്ത 4, 5 എത്ര ഹാപ്പി ഇല്ലായിരുന്നു കൂടെ എങ്കിൽ പോലും സ്ട്രഗിൾ ആയിരുന്നു എങ്കിൽ പോലും? ഞങ്ങളുടെ ഓഫീസ് ടൈം 8 തൊട്ട് 5-6 മണി വരെയൊക്കെ ആയിരുന്നു. ചിലപ്പോൾ 6-7 മണിയൊക്കെ ആയിട്ട് ഓഫീസ് എന്നിട്ട് ഞങ്ങൾക്ക് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് അവിടെ പോയൊരു ചായ എന്തെങ്കിലും കുടിച്ചിട്ട് പിന്നെ അടുത്ത ഡ്യൂട്ടി നേരെ പള്ളിയിലോട്ടാണ്. പള്ളി കോമ്പൗണ്ടാണ്. ഫാസ്റ്റിനെ പോയി അവിടുന്ന് രാത്രി 8 മണിക്ക് പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ രാത്രി 11-12 കമ്മിറ്റിയും അപ്പൊ കമ്മിറ്റിയും മറ്റു കാര്യങ്ങളും ഒരു പ്രോഗ്രാമൊക്കെ നടത്തുമ്പോഴും ഒക്കെ തിരിച്ച് ഞങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ രാത്രി 1 മണി 12. അപ്പൊ എനിക്ക് വാഹനമില്ലാത്തതുകൊണ്ട് KV ചാക്കോ അദ്ദേഹത്തിന്റെ സഹോദരൻ പിന്നെ വേലിക്കാരൻ പുള്ളിയൊക്കെ സഹായിക്കുമായിരുന്നു ഞങ്ങളെ കൊണ്ടുപോകാൻ. ചെറിയാൻ ഫിലിപ്പ് പുള്ളി ബഹുമാലിയായിട്ടൊക്കെ ആ സമയത്തൊക്കെ കോട്ടയത്ത് നമ്മുടെ മധ്യകേരള ഡയസിൽ വന്ന കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ? അതെ. ഞാൻ അവിടുത്തെ നമ്മുടെ ബിഷപ്പുമാരുമായിട്ടൊക്കെ നല്ല റിലേഷനായിരുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടുന്ന് വിളിക്കുകയും ഇവിടെ കോട്ടയത്ത് വരുമ്പോഴേ അവരെ പോയി കണ്ട് നമ്മുടെ അച്ഛന്മാരുടെ ട്രാൻസ്ഫർ അവിടുത്തെ ഓരോ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് അതെല്ലാം വളരെ സഹായിച്ചു. TS ജോസഫ് തിരുമേനി, മാണി തിരുമേനി, സാമാത്തി തിരുമേനി, അതെ അവരുമായിട്ട് കൂടുതൽ ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ തോമസ് ശാമൽ തിരുമേനി, ഇത്രയും പേരുമാണ് ഏറ്റവും അടുത്തത്. പിന്നെ ഉണ്ടായിരുന്ന തോമസ് കെ ഉമ്മൻ എൻ്റെ ഞങ്ങൾ ഒരുമിച്ച് യൂത്തിൽ പ്രവർത്തിച്ചു. ഇൻഡസ്ട്രിയൽ ബെൽറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഭോപ്പാലിലൊക്കെ അദ്ദേഹം വരുമായിരുന്നു. അപ്പൊ ഞാൻ മസ്കറ്റിൽ പോകുമ്പോഴ അദ്ദേഹത്തെയാണ് അടുത്ത എന്റെ പോസ്റ്റിലോട്ട് ഓർഗനൈസ് ഞാൻ CCJ കോച്ചനുമായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കാലത്ത് പ്രവർത്തിച്ച വളരെ ആൾക്കാർ പുള്ളി ബിഷപ്പായി, മോഡറേറ്ററായി. അങ്ങനെ ഞങ്ങളുടെ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ അഭിമാനിക്കാനുണ്ടായിരുന്നു. നമ്മുടെ ഉമ്മൻ ജോർജ് ബിഷപ്പുമായിട്ട് എങ്ങനെ ബന്ധമോ പരിചയമൊക്കെ ഉണ്ടോ? പുള്ളിയായിട്ട് അന്ന് അച്ഛനായിരിക്കുമ്പോഴാണ് വളരെ വരുമായിരുന്നു. ഒമാനി വരുമായിരുന്നു? ഒമാനില്ല. പക്ഷെ ഞങ്ങള് അന്നത്തെ നമ്മുടെ കൺവെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ അച്ഛന്മാരെയാ കൂടുതലും. നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ടീച്ചറിന്റെ കാര്യങ്ങളൊന്ന് പറയാമേ. ഞാൻ എന്റെ ദൈവത്തെ വന്ദിപ്പി മാർത്യരെ മഹത്വം അവനു കൊടുപ്പി. ആ ഗേറ്റ് ഒരെണ്ണം തുറന്നിരിക്കുക, അതുകൂടെ നമുക്ക് എടുക്കാം കേട്ടോ. ഡ്രസ്സൊക്കെ അത് മതി, വേറെ ഒന്നും കൂടുതലായിട്ട് ഇടണ്ടെന്ന് പറഞ്ഞു കേട്ടോ. എൻ്റെ പേര് സാലി ഡാനിയൽ എന്നാണ്. ഞാൻ തൃശ്ശൂരാണ് ജനിച്ചത്. അവിടുന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് കായംകുളത്താണ്. കായംകുളം പുതുപ്പള്ളി. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് B.Edന് പോയത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ നിർബന്ധപ്രകാരം ഇവിടെ CMS ഹൈസ്കൂളിൽ ജോലി കിട്ടുമെന്നുള്ളൊരു ഇതുകൊണ്ട് വർഷം 1981 B.Ed കഴിഞ്ഞു. അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ജോലി കിട്ടുന്നത്. 1988 ആദ്യം കുണ്ടിയപ്പള്ളി CMS ഹൈസ്കൂളിൽ കയറിയത്. ഹൈസ്കൂളിലോട്ടാണ് ജോലി കിട്ടുന്നത്? ഓക്കെ. ഏത് ക്ലാസ്സുകളിലോട്ടാണ് പഠിപ്പിച്ചത്? 7, 8, 9. ഓ, ഏത് സബ്ജക്റ്റ്? സോഷ്യൽ സയൻസ്. പറഞ്ഞു. അതിനുശേഷം എത്ര വർഷം മുണ്ടിയപ്പള്ളിയിൽ 3 മാസമേ ഉള്ളായിരുന്നു ലീവ് വേക്കൻസിക്ക് കയറിയത്. അതിനുശേഷം അത് ശമ്പളം ഉണ്ടായിരുന്നോ? ശമ്പളം പിന്നെ കിട്ടത്തുള്ളൂ. പിന്നെ കറ്റാനം CMS ഹൈസ്കൂളിൽ വന്നു. അവിടെ 5 വർഷം പഠിപ്പിച്ചു.
അതിനുശേഷം കായംകുളം പുതുപ്പള്ളി CMSലോട്ട് കിട്ടി. അവിടെ എല്ലാം കൂടെ 22 വർഷത്തെ സേവനം. 55-ലോ 56-ലോ റിട്ടയർ ചെയ്ത്? 2010 പുതുപ്പള്ളി CMS ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തു. നാട്ടിൽ തൃശ്ശൂർ എവിടെയാണെന്നാണ് പറഞ്ഞത്? തൃശ്ശൂർ താണിക്കുടം. ഓക്കെ. അവിടെ പഠിച്ചതൊക്കെ? വിമല കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജുള്ള റൂട്ടിലാണ്. ഓക്കെ. കോളേജിൽ പോയിരുന്നു? MA BEd ആണ്. MA BEd കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ്. അങ്കിളിനെ എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? അങ്ങളുടെ പപ്പയുടെ ഹസ്ബൻഡിൻ്റെ പപ്പയുടെ അനിയൻ ഞങ്ങളുടെ നാട്ടിലുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു. അവരെന്ത് ചെയ്യുന്നു? അവരവിടെ പ്രപ്പോസലാണ്. അവരെന്ത് ചെയ്യുന്നു തൃശ്ശൂർ? അവർ ജോലിയായിരുന്നു. പുള്ളിക്ക് വനജ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു കമ്പനി ജോലിയായിരുന്നു. പുള്ളിയൊക്കെ മരിച്ചുപോയി, എല്ലാം പോയി. അങ്ങനെയാണ് കായംകുളം. അപ്പോൾ അന്ന് ഒമാനിലല്ലേ ജോലി? അതെ അതെ. അപ്പോൾ ഒമാൻകാരനെ കിട്ടുന്ന അങ്ങോട്ട് പോകാൻ വേണ്ടിയാണോ അതോ? അങ്ങനെ ഒന്നുമില്ല. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഇപ്പം 2 ആങ്ങളമാരുണ്ട്, ചേച്ചിമാരുണ്ട്. അപ്പനും അമ്മയും മരിച്ചുപോയി. അവരൊക്കെ എന്ത് ചെയ്യുന്നു? അവരൊക്കെ അവിടെ തന്നെ ഉണ്ട്. ബിസിനസ് എല്ലാവർക്കും നാട്ടിൽ തന്നെയാണ്. ഒരേ ബിസിനസ്സാണോ അതോ പല ബിസിനസ്സാണോ? പല ഉണ്ട്. സ്ഥലമൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് അവരങ്ങനെ കൃഷിയും കാര്യങ്ങൾ, ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അങ്ങനെ അവർ കഴിയുന്നു. ആദ്യമായിട്ടാണോ അമേരിക്ക വരുന്നത്? അതെ അതെ. സാറും ഞാനും ആദ്യമായിട്ട് വരിക? ഓക്കെ. ഗൾഫിലും പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഇവിടെ മോൻ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇങ്ങനെ പ്രത്യേകം ഈ തവണ വരാൻ? അതോ വിസയ്ക്ക് അപ്ലൈ ഇപ്പോൾ ഒരു പ്രശ്നമൊക്കെ കിടക്കുകയാണല്ലോ. വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പം റീസൺ പറഞ്ഞത് ഒരു വീട് വാങ്ങിച്ച് ഹൗസ് വാമിങ് ആണെന്നും പറഞ്ഞാണ് ട്രൈ ചെയ്തത്. അപ്പോൾ ആ കെയർ ഓഫിലാണ് പെട്ടെന്ന് കിട്ടിയത്. 2 വർഷം മുമ്പേ കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ സ്വാമി കഴിഞ്ഞ വന്ന് നമ്മുടെ മലയിൽ തിരുമേനിയാണ് കുദാ ചെയ്ത്. ഓക്കെ. അപ്പോൾ അന്നത്തേക്ക് വിസ കിട്ടിയില്ല. ഇപ്പോഴത് കിട്ടി, സാഹചര്യം ഒത്തത്. അത് കഴിഞ്ഞ് വിസ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഗൾഫ് വാർ തുടങ്ങി. അങ്ങനെ ടിക്കറ്റ് എയർലൈൻസ് എല്ലാം സ്റ്റോപ്പാണല്ലോ. അപ്പോൾ അങ്ങനെ വന്നു. CSI ആണോ തൃശ്ശൂർ? ജാക്കബൈറ്റ്. ഓക്കെ. ഓർത്തഡോക്സ് ജാക്കബൈറ്റ്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വന്ന് പുതുപ്പള്ളി സെറ്റിലായി, വേറെ വീട് വെച്ചു, കുടുംബ വീടിനടുത്ത്. പിന്നെ അവിടുത്തെ CSI പള്ളിയിലൊക്കെ വളരെ ആക്റ്റീവായിട്ടിരിക്കുന്നു. അവിടെ ചർച്ച് വാർഡനായിട്ട് വർക്ക് ഉണ്ടായിരുന്നു. പ്രാവശ്യം കമ്മിറ്റിയിലില്ല. ഓക്കെ. അങ്ങനെ പുതുപ്പള്ളി ഞങ്ങളുടെ പള്ളിയുടെ റിനോവേഷനൊക്കെ കാര്യമായിട്ട് ഇപ്പം നല്ലൊരു വലിയൊരു പള്ളിയാണ്. അത് ഏത് പുതുപ്പള്ളി CSI പള്ളി അല്ലേ? ഇപ്പോൾ അച്ഛനാരാ? നിങ്ങളുടെ മെയിൻ പള്ളി ഏതാ? മാവേലിക്കരയാണോ? അല്ല, നമ്മുടെ ഡയസിസ്. കൊല്ലം ഡയസിസ് ആണോ? അല്ല, മധ്യ കേരളയുടെ കായംകുളം വരെ ഉണ്ടല്ലേ? ഓക്കെ. കൊല്ലം വരെ ഉണ്ട്. കൊല്ലത്ത് നമുക്ക് വേറെ ഭദ്രാസനം ഇല്ലേ? ഇല്ല, അത് കൊല്ലം കൊട്ടാരക്കര. അത് കൊല്ലം കൊട്ടാരക്കരാണെങ്കിലും കൊല്ലത്ത് നമ്മുടെ ഒരു പഴയ ചർച്ചുണ്ട്. അത് നമ്മുടെ മധ്യ കേരള ഡയസിസ്. ഓക്കെ. അങ്ങനെ നിൽക്കാവല്ലേ? ഓക്കെ. അത് പണ്ടേ നമ്മുടെ സായിപ്പന്മാർ അറിയാം. ഇംഗ്ലീഷ് ചർച്ച് എന്നാണ് പണ്ട് അറിയപ്പെടുന്നത്. അത് നമ്മുടെ SM കോളേജ്, ഭദ്രകാം കോളേജിൻ്റെ ആ ഭാഗത്താണ്. അത് നമ്മുടെ ഈ റെയിൽവേയിൽ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് വർക്ക് ചെയ്തൊരു ജോസിനെ അറിയാമോ? കൊല്ലം CSI പള്ളിയിലുണ്ടായിരുന്നു. ഓർമ്മയില്ലായിരിക്കും അല്ലേ? റെയിൽവേയിലുള്ള ഒരു കൊല്ലംകാരിയുണ്ട്, സൂസി എന്ന് പറഞ്ഞു. അല്ല, ഇത് അന്ന് ഒരു സമയത്ത് നമ്മുടെ കേരള എക്സ്പ്രസ്സിലൊക്കെ ലൈബ്രറി ഉണ്ടായിരുന്നു. അതിൻ്റെ ബുക്കൊക്കെ നോക്കുന്ന ഒരാളുണ്ടായിരുന്നു, ജോസ് എന്ന് പറഞ്ഞു. എല്ലാവരും പരിചയമില്ല. ഓക്കെ. അവർ CSIക്കാരാ കൊല്ലത്ത്. ഓക്കെ. ഇപ്പം പുതുപ്പള്ളി വന്നിങ്ങനെ മറ്റു കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും പള്ളിക്കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്നു. ഈ ഒമാനിലെ ഹോണ്ടായി ജോലി ചെയ്തിരുന്ന ജോസിനെ അറിയാമോ? അറിയാമോ? എങ്ങനെ അറിയാം? അദ്ദേഹത്തിൻ്റെ ഒരു ബ്രദർ ബാങ്കിലുണ്ടായിരുന്നു, റൂവിയിലെ. അവരുടെ ഡാഡിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ അവർ മർത്തോമയിലാണ് പോകുന്നത് തോന്നുന്നു. ഒത്തിരി പേരാണ്. പിന്നെ ഭവാനിലുണ്ട്. ഞാൻ എഞ്ചിനീയറിങ്ങിൻ്റെ വേറൊരു സൈഡിലായിരുന്നു, സെക്ടറിലായിരുന്നു. ഞാൻ ലിഫ്റ്റ് ഡിവിഷനിലായിരുന്നു. ഉണ്ട്. അവരുടെ ഓട്ടോമൊബൈലും ഉണ്ട്, എല്ലാം ഉണ്ട്. അത് പല ജനറൽ മാനേജേഴ്സ് ആണല്ലോ ഓരോന്നും നോക്കുന്നത്. പക്ഷേ ഭവാനിൻ്റെ ഹെഡ് ഓഫീസിൽ ഞങ്ങൾ പോകാറുണ്ട്. അതെ. സുഹൈൽ സൗദും ഭവാനും ഒക്കെ അവരെല്ലാം ബ്രദേഴ്സ് ആണല്ലോ, പിന്നെ സുൽത്താൻ കാബൂസിൻ്റെ ഹോസ്പിറ്റലുകൾ.
മെയിൻ ബിസിനസ് അവരല്ലേ. അതെ അതെ, ഒമാൻ എന്ന് പറഞ്ഞാൽ ആളല്ലോ. അതെ അതെ. സുബൈർ, അതെ അതെ. പോലെ റോഡുകൾ ഇതെല്ലാം ആന്ന് വന്നു വലിയ ഇൻഫ്രാസ്ട്രക്ചർ. അതുപോലെ തന്നെ നമ്മുടെ മലയാളി ഒരാൾ ഗൾഫാറിൻ്റെ ഒരാളുണ്ടല്ലോ. അദ്ദേഹം എനിക്ക് തോന്നുന്നു കോട്ടയംകാരനാണ് തോന്നുന്നില്ല, ഗൾഫാറിൻ്റെ. ഗൾഫാർ, പിന്നെ മരങ്ങളില്ല അവിടെ. ഇല്ല ഇല്ല, അറിയാം. പിന്നെ മൗണ്ടൻസ് ആണല്ലോ മുഴുവനെ, അൽഗുബ് മുഴുവൻ നമ്മുടെ കടൽ തീരം ഉണ്ടല്ലോ. അതെ ഗൾഫിലെ കൂട്ടി ഇവിടെ റോഡൊക്കെ വളരെ ക്ലീനാണ്. അതെ അതെ. ഏരിയയാണ്. ഇപ്പോൾ സ്കൂൾ റിട്ടയർമെൻറ്റ് ചെയ്തിട്ട് പിന്നെ വേറെ ഒന്നും ചെയ്യുന്നില്ല, വീട്ടിലെ ജോലികൾ മാത്രം ചെയ്ത് നിൽക്കുക. ട്യൂഷനും പിള്ളേരെ പഠിപ്പിക്കാനും ഒന്നുമില്ല, ഒരു സൊസൈറ്റിയെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ. ആ, സാറിന് മനസ്സിൽ പ്ലാനിങ് ഒന്നുമില്ല, ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ബാങ്കൊക്കെ ഉണ്ടാക്കാനോ അങ്ങനെയൊന്നുമില്ല? ഓക്കെ ഓക്കെ. ഇവിടെ വന്ന് ഒരു പ്രൈവറ്റ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അവരെന്നെ നിർബന്ധിച്ച്. അയ്യാ, മുത്തൂറ്റോ? അല്ല, ഓക്കെ. ഒരു 1-2 വർഷമൊക്കെ നോക്കാം. സാർ അമേരിക്കയിൽ ഇപ്പോൾ എത്ര ദിവസമായി വന്നിട്ട്? 1 മാസമാകുന്നു. എന്താണ് സാറിൻ്റെ മനസ്സിൽ ഇത്രയും രാജ്യങ്ങളൊക്കെ പോവുകയും ബഹ്റിനും അബുദാബിയും കണ്ടിട്ട് അമേരിക്ക വന്നിട്ട് എന്താണ് ഒരു ഒറ്റവാക്കിൽ പറയാനുള്ളത്? കാണാൻ നല്ല സ്ഥലമാണ്, പ്രത്യേകിച്ച് നമ്മുടെ പള്ളി, സീസൈ പള്ളി വളരെ മനോഹരമായിരിക്കും. ഇത്രയും വലിയൊരു പള്ളി. അതെ അതെ, വളരെ സന്തോഷമുണ്ട്. അതെ അതെ. പിന്നെ ലൊക്കേഷന് റോഡ് വെളിയിലൊക്കെ ഇറങ്ങിയാൽ നല്ല സൈലൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും കാം ആൻഡ് ക്വയറ്റ് ആൻഡ് ഗ്രീനറി റോഡ് സൈഡിലൊക്കെ. ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലൊക്കെ എങ്ങനെയാണ് തോന്നുന്നത്? ലൈഫ് സ്റ്റൈൽ നമ്മുടെ പള്ളി വന്നിട്ട് എല്ലാവരും സാധാരണക്കാർ വലിയ പോഷ് ഒന്നും കാണിക്കാറില്ല. ആൾക്കാരത് കാണിക്കും. ചില ഗൾഫിലെ ചിലയിടത്തൊക്കെ അവർക്ക് ഒരു പറയാനും മിണ്ടാനും ഒക്കെ, അവരുടെ കാറിൽ കയറാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണല്ലോ. ഡ്രൈവിംഗ് ഇല്ലെങ്കിൽ നമ്മളെയൊക്കെ പുച്ഛമാണല്ലോ. ഡ്രസ്സിങ്ങും ഒക്കെ. ഇവിടെ നമ്മുടെ പള്ളി ഞാൻ ചെന്നപ്പം സൂട്ട് ഇട്ട് വരുന്നവരുണ്ട്, പാൻറ് ടീഷർട്ട്. അതെ അതെ, പക്ഷെ പൊസിഷൻസ് ഒക്കെ വളരെ നല്ല റിച്ച് ആൾക്കാരാണ്. കണ്ടാൽ സർവീസിനൊക്കെ വരുമ്പോൾ വളരെ ആന്നു ആത്മീയമായിട്ടും വളരെ മുൻപിൽ. അതെ അതെ, എല്ലാം നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ആരാധനയ്ക്ക്. അതെ അതെ. ഞാൻ ടീച്ചറിനോട് ഒരു ചോദ്യം ചോദിക്കാം. ജാക്കോബൈറ്റിലാണല്ലോ ജനിച്ചു വളർന്നൊക്കെ, അവിടുത്തെ ആചാരങ്ങളൊക്കെ ആണല്ലോ എല്ലാം, ധൂപക്കുറ്റിയും എല്ലാം എല്ലാം. സേസേ വന്നതിന് ശേഷം ഒരു പാപ്പരത്വം തോന്നിയിട്ടുണ്ടോ? ആദ്യമൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായി ഉണ്ടായിരുന്നില്ലേ? പിന്നെ അതിലൊക്കെ ജീവിച്ചു. ഇവിടെ പിന്നെ ആ വലിയ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഒരേ ആവറേജ് ഒരേ ആൾക്കാരാണല്ലോ. അതെ അതെ. നമ്മുടെ മാത്യു കുടൽനാടൻ വന്നിരുന്നു ഇവിടെ, അദ്ദേഹം ജാക്കബൈറ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ എടുത്തിരുന്നു. സാറിന് വേറെ എന്തെങ്കിലും അഡീഷണലായിട്ട് ജീവിതത്തിൻ്റെ പ്രയാസ ഘട്ടങ്ങളോ അല്ലെങ്കിൽ സാർ സർവൈവ് ചെയ്ത മെത്തേഡോ എന്തെങ്കിലും പറയാനുണ്ടോ? ഈ വീടിൻ്റെ പിസ്ക എന്നുള്ളതിൻ്റെ എങ്ങനെയാണ് ഈ പേര് വന്നത്? പിസ്ക എന്നുള്ളത് പിന്നെ ബൈബിളിൽ പറയുന്നതല്ലേ, അടിമവീടായ മിസ്രൈമിൽ നിന്ന് വാഗ്ദത്ത നാടായ കനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനത്തെ മോശയുടെ നേതൃത്വത്തിൽ യഹോവയായ ദൈവം വഴി നടത്തി 40 വർഷത്തോളം. 40 വർഷം നാടുകയാണ്. പക്ഷേ അവസാനം ദൈവം മോശയോട് പറഞ്ഞു, നിന്നോട് ഞാൻ പ്രോമിസ് ചെയ്ത വാഗ്ദത്ത നാട് നീ കാണുകയില്ല, അതിനു മുമ്പ് നീ മരിക്കും. അങ്ങ് വരെ എത്തി, പക്ഷേ നിനക്ക് കാണാൻ പറ്റില്ല, അതിനു മുമ്പ് നീ മരിക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ അടുത്ത് പിസ്ക എന്ന് പറഞ്ഞൊരു മൗണ്ടൻ ഉണ്ടായിരുന്നു. ആ മൗണ്ടൻ കയറി നിൽക്കാൻ പറഞ്ഞു, നിന്നെ ആ ദേശം ഞാൻ കാണിക്കാണ്. അങ്ങനെ ഇത് കാണുകയാണ്. അതെ അതെ. അപ്പോൾ അങ്ങനെ മോശയെ അവിടെ കയറ്റി നിർത്തി ദൈവം വാഗ്ദത്തനാടായ കനാൻ ദേശം കണ്ടു. അങ്ങനെയുള്ളൊരു പ്രത്യാശയുള്ളൊരു പ്രദേശമാണ് പിസ്ക മൗണ്ടൻ. ഈ പേര് തന്നെ നാട്ടിലെ വീട്ടിൽ ഇട്ടിട്ടുണ്ട് അല്ലേ? ഓ, പിസ്ക. ഓക്കെ. കുടുംബപ്പേരനോട് ചേർത്ത് പിസ്കായും കൂടെ ഇവിടെ വന്നപ്പോൾ അവർ വെറും പിസ്ക. ഞാനത് ഗൂഗിളിൽ അടിച്ച് നോക്കിയിട്ട് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ലായിരുന്നു എന്താണ് പിസ്ക. ഓ ശരി. പിസ്കാമയിൽ നിന്നാൻ വീടിനെ നോക്കി ഞാൻ പറക്കുമ്പോൾ ജാനകൃത്യത്തിൽ ഉണ്ടല്ലേ? പലരും ചോദിക്കും അതെ അതെ. സാറ് ജീവിതത്തിൽ അങ്ങനെ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല സത്യത്തിലല്ലേ? ഉണ്ടോ? കാരണം ആത്മീയമായിട്ടുള്ള മുന്നേറി അവിടുന്ന് പിന്നെ ഗൾഫിന് പോയി അല്ലേ? അതായത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ യൂത്ത് മൂവ്മെൻറ്റ് അവിടെ വർക്ക് 2 വർഷം ചെയ്തുകൊണ്ട്
എനിക്ക് എവിടെ ചെന്നാലും പിടിച്ചു നിൽക്കാൻ നല്ലൊരു ട്രെയിനിങ് പള്ളിയിൽ മറ്റു കാര്യങ്ങൾ സോഷ്യൽ ആക്ടിവിറ്റീസ് എടുക്കുക. ഞാനിപ്പോൾ പുതുപ്പള്ളി ഞങ്ങളുടെ ബിഷപ്പ് മോർ കോളേജിൻ്റെ ആലുമിനി ലൈഫ് മെമ്പറാണ്. പിന്നെ ഞങ്ങളുടെ തന്നെ വിചാര എന്നും പറഞ്ഞൊരു മാസികയൊക്കെ ഇറക്കുന്നുണ്ട്. ഒരു മറ്റു ചിന്താഗതിയോട് കൂടിയ ക്രിസ്ത്യൻ ചിന്തയിൽ തന്നെ ഉള്ളതാണ്. അതിൻ്റെ മെയിനായിട്ട് പ്രവർത്തിക്കുന്ന മാവേലിക്കര ബിഷപ്പ് മോർ കോളേജിലെ കുറേ പ്രൊഫസർമാർ, റിട്ടയേർഡ് പ്രിൻസിപ്പൽമാരുമാണ്. മെയിനായിട്ട് മാമൻ വർക്കി സാറാണ്. പിന്നെ അതിനോട് ജെബി എന്ന് പറഞ്ഞ പുള്ളി നമ്മുടെ മഹാടകയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ സെക്രട്ടറി ആയിരുന്നു. പിന്നെ യോണമെട്ടി സാറ്, എം തോമസ് സാറ്, ഞങ്ങളെല്ലാം ഞാൻ യൂത്ത് വർക്കും യുവലോകം മാസികയുടെ യുവലോകം ഇപ്പം അതില്ലല്ലേ? ഇപ്പോഴും ഉണ്ട്. അത് അത്ര പേപ്പറിലൊക്കെ അല്ലെ നെറ്റിലായിരിക്കും അല്ലേ? ഓൺലൈനിലായിരിക്കും. ഉണ്ട് ഉണ്ടല്ലേ? അത്രയും ജ്ഞാനനിക്ഷേപം ഇറങ്ങുന്നുണ്ടോ? ഉണ്ടല്ലേ? അപ്പോൾ ജ്ഞാനനിക്ഷേപം ഉണ്ട്, നല്ല ഒന്നുകൂടെ മോഡിഫിക്കേഷൻ ആയിട്ട്. ശരി. പിന്നെ യുവലോകം അന്ന് പുരോഗമന ചിന്താഗതികളൊക്കെ ഇറങ്ങുന്നുണ്ട്. മനസ്സിലായി. അതിനകത്ത് നമ്മുടെ തിരുമേനി തോമസ് സാമുവൽ തിരുമേനിയൊക്കെ അല്ല തോമസ് കെ ഉമ്മനൊക്കെ അതിൻ്റെ അകത്ത് വളരെ ഇൻവോൾവ് ആയിരുന്നല്ലോ. എനിക്ക് ശേഷം തോമസ് കെ ഉമ്മനായിരുന്നു ചാർജ് കൊടുത്തത്. അതെ. അപ്പോൾ നമ്മുടെ ഡയോസിലെ ബിഷപ്പ് ജോസഫ് തിരുമേനി ഇരിക്കുന്ന കാലത്തുണ്ടായ ഒരു പ്രതിസന്ധിയെ ജീവിക്കാൻ അന്നത്തെ യൂത്ത് നിലപാട് വളരെ വ്യക്തമായി. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈയിടയിൽ നമ്മുടെ പള്ളിയിലെ ഒരു മെമ്പർ മരിച്ച ബിനു എന്ന് പറഞ്ഞ അദ്ദേഹവും അതിൻ്റെ അത് വലിയ അദ്ദേഹവും CSIയിൽ വലിയൊരു ആക്റ്റീവ് ഒരു ഫയർ ബോൾ ആയിരുന്നു. അത് ശരി. അതുപോലെ മസ്കറ്റിൽ അവിടെ സഭ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് വലിയൊരു ചലഞ്ചായിരുന്നു. 10-15 പേരുണ്ടായിരുന്നു. വൈകിട്ട് 8 മണിക്കാണ് സർവീസ്. അപ്പം ആൾക്കാരൊന്നും ഇല്ല. പിന്നെ ഞങ്ങൾ പള്ളി തുറക്കാതെ തന്നെ വെളിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിട്ടുണ്ട്. അതെ. ഇപ്പോഴത്തെ ആ ഗോൾഡൻ ജൂബിലി സമയത്ത് ഞാനത് അവിടെ ഞങ്ങളെ ക്ഷണിച്ച് ഞാനത് അവിടെ പറയുകയുണ്ടായി അന്നത്തെ. അപ്പോൾ ഇന്നത്തെ അവിടുത്തെ ചെറുപ്പക്കാരായ മെമ്പേഴ്സൊക്കെ അതിശയമായിരുന്നു നിങ്ങൾ ഇങ്ങനെ പഠിച്ചിരുന്നത്. അവിടുത്തെ ഇപ്പോഴത്തെ ബിഷപ്പ് സഭക്ക് മലയിലും അന്നേരം ഉണ്ടായിരുന്നു. അതെ. അദ്ദേഹം മാവേലിക്കര വികാരിയായിരിക്കുമ്പോൾ തൊട്ട് ഞങ്ങൾ വളരെ സ്നേഹമായിട്ട് ഇപ്പോഴും നല്ല ബന്ധത്തിൽ തുടരുന്നു. ഡയസും മറ്റു കാര്യങ്ങളും. ഇപ്പോഴത്തെ ഡയസൺ സെക്രട്ടറി എൻ്റെ ഒരു കസിനാണ്. സ്റ്റീഫൻ ഡാനിയൽ. അപ്പോൾ ചർച്ചുമായിട്ടൊക്കെ ഞങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുന്നു, ആക്റ്റീവായിട്ട് നിൽക്കുന്നു. ഈ റിട്ടയർമെൻറ്റ് ലൈഫിൽ ഇപ്പം ഒരു 10 വർഷമായല്ലോ, 15 വർഷമായല്ലോ. നിങ്ങൾ എവിടെയെങ്കിലും യാത്രകളൊക്കെ പോകാറുണ്ടോ? ഹോളി ലാൻഡിൽ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. ഇപ്പം ഇച്ചിരി പ്രയാസമാണ് ട്രാവലിൻ്റെ, പക്ഷെങ്കിൽ ഒന്ന് പോകണം. അതുപോലെ തന്നെ ഞാൻ ഈയിടെ ഞങ്ങളിപ്പോൾ 2-3 മാസത്തിന് മുമ്പ് നാട്ടിലുണ്ടായിരുന്നേ. പോയിരുന്നു. ഞങ്ങളുടെ ഒരു കൊച്ചുമോൻ്റെ ബാപ്റ്റിസം നാട്ടിൽ വെച്ച് നടത്തിയത്. അപ്പം ഞങ്ങൾ എറണാകുളത്തൊക്കെ ഭയങ്കര ചൂടായിരുന്നു, ആവിയായിരുന്നേ, AC ഇല്ലാത്ത വീടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസത്തേക്ക് ഞങ്ങൾ ഹിൽ സ്റ്റേഷൻ ഇടുക്കി ചെന്നേ. അപ്പോൾ അന്ന് ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ കണ്ണൂർ മലപ്പുറം സൈഡിൽ നിന്ന് പെൻഷനേഴ്സ് ടീച്ചേഴ്സ്, റിട്ടയർ ചെയ്ത ടീച്ചേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ആയിരുന്നു അന്ന് ആ ഹോട്ടലിൽ മുഴുവൻ. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവർ എപ്പോഴും ട്രാവലിംഗ് ആണ്. അവർ ആരോഗ്യപരത്തോടെ അവർ ജയ്പൂരിന് പോകുന്നു, ബാംഗ്ലൂർക്ക് പോകുന്നു. ആ ഒരു ടീം പെൻഷനേഴ്സിൻ്റെ ഗ്രൂപ്പിലുണ്ടല്ലേ? പുതുപ്പള്ളി ബ്രാഞ്ചിൻ്റെ സെക്രട്ടറിയാണ്. വാ, അപ്പം ടീച്ചർ ഒരു ട്രിപ്പ് ഒന്ന് ഓർഗനൈസ് ചെയ്യണം. ഇവിടുന്ന് എന്നിട്ട് പറയണേ ഞങ്ങൾ ഒരു ടീമിനെ കണ്ടു പെൻഷൻകാരുടെ. അതെ. കാരണം നമ്മളൊന്ന് എൻഗേജ് ചെയ്തേ. കഴിഞ്ഞ വർഷം കന്യാകുമാരിയിലൊക്കെ ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കാം. എൻ്റെ സ്വദേശം കറിവച്ചാലിനടുത്ത് കൂത്തർപ്പള്ളിയാണെന്ന് സാറിനോട് പറഞ്ഞല്ലോ. സാർ അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തിനാണ് വന്നതെന്നൂടെ ഒന്ന് പറഞ്ഞേക്കാവോ? കൂത്തർപ്പള്ളി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ UNS പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ എല്ലാ സഭകളിലും എല്ലാ ഞായറാഴ്ച ചെറുതും വലുതും എല്ലാ പള്ളികളും ഞായറാഴ്ച ഏതെങ്കിലും ഒരു പള്ളിയിൽ പോകും. ഞങ്ങൾ പോയി അവിടെ ചെന്ന് പള്ളിയിൽ ആരാധനയെ സംബന്ധിക്കും. അവിടുത്തെ അച്ഛനനുവാദിക്കുകയാണെങ്കിൽ ആരാധനയിൽ പ്രസംഗിക്കും. ഏത് വർഷമായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? 1972. ഞാനപ്പോൾ ഒരു 8ാം ക്ലാസ്സിലായിട്ടേ ഉള്ളൂ. 72-74 ഇടയ്ക്ക്. അത് കഴിഞ്ഞ് സർവീസെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ യുവനങ്ങളുടെ മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓരോ വീടുകൾ യുവനങ്ങളുടെ വീടുകളൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകും.
അപ്പം ഞങ്ങളുടെ യൂരോ മാസികയുടെ ഏജൻസി, പിന്നെ ഞങ്ങൾ ആന്ധ്രാക്കാരനൊരു പയ്യനെ നമ്മൾ ആന്ധ്ര CSIയിൽ ഒരു പിന്നെ കുറിച്ചി ഹോമിയോ അറിയാം. ഇതിന് മെഡിസിന് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് യൂത്തിൻ്റെ ചിലവിലായിരുന്നു അതിൻ്റെ കളക്ഷൻ. ഓക്കെ. ആന്ധ്ര മിഷൻ കളക്ഷൻ ഇങ്ങനെയൊക്കെ ആയിട്ട് സർവീസ് കഴിഞ്ഞാൽ ഓരോ വീടുകളിൽ പോകും. ശരി. അങ്ങനെ തിരിച്ച് വേറെ ഞങ്ങളുടെ അടുത്തുള്ള കുറുമ്പനാടവോ ചേലക്കൊമ്പോ എവിടെയെങ്കിലുമൊക്കെ പോയതായിട്ടോ? കങ്ങഴ ചേലക്കൊമ്പുണ്ട്, പിന്നെ ചേലക്കൊമ്പിലോ ചവണിക്കാമണ്ണില്ലേ, ചവണിക്കാമണ്ണില്ലേ, ഉമ്മൻ സീബ്ര, ഉമ്മൻ സീബ്ര, എൻ്റെ സുഹൃത്താ. അത് ശരി. ഇവിടെ ഉണ്ട് ചവണിക്കാമണ്ണിക്ക്, ന്യൂയോർക്കിലൊക്കെ ഒത്തിരി പേരുണ്ട്. ഡോക്ടേഴ്സ് ഉണ്ട്. അതെ അതെ. പിന്നെ നെടുങ്ങാടപ്പള്ളി ഉണ്ട്, കറിവച്ചാലുണ്ട്, മുണ്ടത്താനം അവിടെ എല്ലാം പോയിട്ടുണ്ടല്ലേ? പുന്നവേലി, അതെ അതെ. നെടുങ്ങാടപ്പള്ളി, മല്ലപ്പള്ളി. നെടുങ്ങാടപ്പള്ളിയൊക്കെ കുറുമ്പനാടത്ത് പോയിട്ടായിട്ട് ഓർമ്മയുണ്ടോ? കുറുമ്പനാടം ഈ ഞങ്ങളുടെ ഇടാണ്, അവിടെ പോയിട്ടുണ്ട്. ഉണ്ട്. ഓക്കെ. കുറുമ്പനാട്, മല്ലപ്പള്ളി ദേവൻകരയൊക്കെ പോയിട്ടുണ്ടോ? അറിയാവോ? മല്ലപ്പള്ളി അടുത്തുള്ള മഞ്ഞത്താനം കീഴുവായ്പൂരൊക്കെ അവിടെയൊക്കെ പോയിട്ടുണ്ട്. നെടുങ്ങാടപ്പള്ളി. അപ്പോൾ ആ ബെൽറ്റ് അറിയാം മുഴുവൻ അല്ലേ? അവിടെ എല്ലാം നമ്മുടെ സുഹൃത്തുക്കൾ ഇപ്പോഴും ഉണ്ട്. സാറിനെ കാണുന്നവര്. സാറിൻ്റെ ഫുൾ നെയിം എങ്ങനെയായിരുന്നു? ഡാനിയൽ ഫിലിപ്പ്, പുതുപ്പള്ളി, കായംകുളം പുതുപ്പള്ളി. ജോസി. ടീച്ചറിൻ്റെ പേരൊന്നുമില്ല പറഞ്ഞു? സാലി. തൃശ്ശൂരുകാരിയാണ്, പക്ഷെങ്കിൽ കായംകുളംകാരിയായി. നമ്മുടെ ഡയസിലിപ്പോൾ അന്ന് നമ്മുടെ ഡയസിലെ മിക്കവാറും ഇടയിൽ ഇപ്പോഴും അന്നത്തെ ഫ്രണ്ട്സുമായിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ഉണ്ട്. വെരി ഗുഡ്. പിന്നെ തിരുവല്ല YMCA 3 മാസമൊക്കെ മീറ്റിംഗ് ചെയ്തുകൊണ്ട് ഓക്കെ ഓക്കെ. ക്രിസ്ത്യൻ യൂണിയൻ പോലെ കാര്യങ്ങളൊക്കെ. ഇനിയും 2, 3, 4, 6 മാസത്തെ ഉണ്ടാവുമോ അമേരിക്കയിലെ? തിരിച്ചു പോകണം അല്ലേ? ടിക്കറ്റ് കൺഫേം ആയിട്ടാണോ വന്നേ? ഓക്കെ ഓക്കെ. ഇപ്പോൾ ഫ്ലൈറ്റ് നോർമൽ ആയോ? ഇല്ലല്ലോ, ബുക്ക് ചെയ്തുകൊണ്ട് ചിലപ്പോൾ നിങ്ങളെ അക്കോമഡേറ്റ് ചെയ്തേക്കും അല്ലേ? പോകണോ അല്ലേ? ടീച്ചർ ആ വീട് നോക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ട്? ജോലിക്ക് പോകാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ? പക്ഷേ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ TV കാര്യങ്ങളൊക്കെ ഉണ്ട്, മൊബൈലുണ്ടല്ലോ സാറിൻ്റെ അല്ലേ? പിന്നെ ഈ ടീച്ചർ തൃശ്ശൂരിൽ നിന്നായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ശനിയാഴ്ച തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു കോപ്പി ക്യാറ്റ് ഹ്യൂസ്റ്റൺ പൂരം നടക്കുന്നുണ്ട്. ഞാൻ തൃശ്ശൂരുകാരല്ലെങ്കിലും എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ടിക്കറ്റ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് തൃശ്ശൂർ പൂരം ഹ്യൂസ്റ്റണിൽ നടത്തുന്നുണ്ട്. ഞാൻ അഡ്രസ്സും ഫ്ലയറും എല്ലാം അയച്ചു തരാം. നിങ്ങൾ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട, എൻ്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് അത് കോംപ്ലിമെൻ്ററി ആയിട്ട് തരാം. അതുപോലെ തന്നെ നമ്മുടെ CSI പള്ളി ഇന്നലെ നമ്മുടെ ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെ ഒരു മീറ്റ് ഉണ്ടായിരുന്നു, കോളേജിൻ്റെ, CMS കോളേജിൻ്റെ. അപ്പോൾ ഇവിടുത്തെ ഓർത്തഡോക്സ് പള്ളിക്കാർ ഒരു മെക്സിക്കോ ട്രിപ്പ് പോകുന്നുണ്ട്. ഞാൻ മോൻ ആ ഫ്ലയർ അയച്ചു കൊടുത്തിരുന്നു. ആ ട്രിപ്പ് ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ട്രിപ്പ് നിങ്ങൾ പോകുന്നതിന് മുമ്പാണെങ്കിൽ ഒരു 3 ദിവസം ഞങ്ങളോട് വരിക കേട്ടോ. മോന് എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടെങ്കിൽ ഞാൻ ക്ഷണിക്കുന്നു നിങ്ങളെ. ഞങ്ങളോട് 3 ദിവസം മെക്സിക്കോയോട് പോയിട്ട് തിരിച്ചു വരാം കേട്ടോ. ഫ്ലൈറ്റിനാണ് പോകുന്നത്. ഇവിടുന്ന് 3 ദിവസത്തെ. അത് ഓർത്തഡോക്സ് പള്ളിക്കാരാണ്, ഒരു 10-60 പേരുടെ ഗ്രൂപ്പാണ്. അതിൻ്റെ അകത്ത് നിങ്ങളും വരണം, നിങ്ങളെ കേട്ടോ. ഞങ്ങൾ പോകുന്നുണ്ട്, CSI ഞങ്ങൾ 5 പേരുണ്ട്. ഞങ്ങളോട് വരിക. ഓക്കെ, താങ്ക് യു. അപ്പോൾ എൻ്റെ ഈ ചാനലിൽ വന്ന് ഇത്രയും സംസാരിച്ചതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു. അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾ അറിയാം. പിന്നെ നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരു ദിവസം വീട്ടിലോട്ട് വരണം. ഞാൻ ഡേറ്റ് പറയാം. ഒരു ദിവസം ഞാൻ വന്നുകൊണ്ടിരിക്കുക, അല്ലെ മോനോട് പറഞ്ഞാൽ മതി. അപ്പം വീട്ടിൽ ചേട്ടനെയും മക്കളെയൊക്കെ ഒന്ന് കാണാമല്ലോ. ഓക്കെ, താങ്ക് യു. ഒരു 2 ലൈൻ കൂടെ പാട്ടൊന്ന് പാടാം, മുമ്പേ പാടിയതിൻ്റെ ഒരു ബാക്കി. യേശുയൻ ആത്മാസഹേ നിന്മാറിൽ ഞാൻ ചേരട്ടെ, ഈ ലോകമാവാരിതേ തീരകളുയരും ഘോരമാങ്കൊൾ ശാന്തമായി തീരുവാരെ രക്ഷക എൻ ജീവനെ ജീവൻ
Nenandiye Bhadrama